ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അമീർ ഖുസ്രോനെ പറ്റിയാണ്. ഇത് കേട്ടറ്റ്, നെറ്റ്, സെറ്റ്, HST, JLT മുതലായ ഹിന്ദി എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നമുക്ക് നോക്കാം. पूरा नाम अबुल हसन यमीनुद्दीन खुसरो. रामचंद्र शुक्ल के अनुसार उनका समय सन 1255 से 1324 तक है. അപ്പോൾ അമീർ ഖുസ്രോവിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് അബുൾ ഹസൻ യമീനുദ്ദീൻ ഖുസ്രോ എന്നായിരുന്നു. ആചാര്യ രാമചന്ദ്ര ശുക്ലിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത് 1255 തൊട്ട് 1324 വരെയാണ് കണക്കാക്കപ്പെടുന്നത്. जन्म उत्तर प्रदेश के एटा जिले के पटियाली कस्बे में. वे घटी बोली हिंदी के प्रथम कवि माने जाते हैं. അദ്ദേഹം ഉത്തർപ്രദേശിലെ എട്ടാ ജില്ലയിലെ പട്ടിയാലി എന്ന സ്ഥലത്തായിരുന്നു ജനിച്ചിരുന്നത്. അദ്ദേഹമാണ് ഗഡിബോലി ഹിന്ദിയിലെ ആദ്യത്തെ കവി എന്നറിയപ്പെടുന്നത്. ഖുസ്രോ ആണ് ഗഡിബോലി ഹിന്ദിയിലെ ആദ്യത്തെ കവി എന്നറിയപ്പെടുന്നത്. ഖഡിബോലി ഹിന്ദി കോ കാവ്യ की ഭാഷ बनाने वाले पहले कवि. അമീർ ഖുസ്രോ ആണ് ഗഡിബോലി ഹിന്ദിയെ കാവ്യത്തിൻ്റെ ഭാഷയാക്കിയ ആദ്യത്തെ കവി. इनके जीवन काल में दिल्ली के शासन पर 11 സുൽത്താൻ बैठे. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ദില്ലിയിൽ ഭരണം നടത്തിയിരുന്നത് 11 സുൽത്താൻമാരായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 11 സുൽത്താൻമാർ ദില്ലി ഭരിച്ചത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അമീർ ഖുസ്രോവിൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് നിസാമുദ്ദീൻ ഔലിയ ആണ്. कहा जाता है कि गुरु की मृत्यु संवत 1324 ईस्वी में हुई. उसी वर्ष इनकी भी मृत्यु हुई. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുവായ നിസാമുദ്ദീൻ ഔലിയ മരിച്ച സമയം 1324 ഈസ്വി സംവതാണ്. അതേ വർഷം അതേ ഇയർ തന്നെയാണ് അമീർ ഖുസ്രോ മരിച്ചുപോയത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രചന നോക്കാം. രചനായി ഖുസ്രോ के नाम पर 99 പുസ്തകേ ലിഖി ബതായി ജാതി है. अब केवल 20-22 ഗ്രന്ഥ പ്രാപ്ത है. ഇപ്പോൾ വെറും 20-22 പുസ്തകങ്ങൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഉൻകി ഫാർസി രചനായേ തോ മിൽത്തി ഹെ പർ ഖഡിബോലി की രചനായേ അധികാംശതഃ നഷ്ട ഹോ ഗയി ഹെ. അദ്ദേഹം ഫാർസിയിലും രചനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഖഡിബോലിയിലെ രചനകളാണ് കൂടുതൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഫാർസിയിലുള്ള രചനകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. खुसरो कृत नुहसिफर में ഭാരതീയ ബോലിയോ के संबंध में विस्तृत वर्णन है. അപ്പോൾ ഖുസ്രോവിൻ്റെ മറ്റൊരു രചനയാണ് നുഹ്സിഫർ എന്ന് പറയുന്നത്. അതിൽ ഭാരതീയ ബോലികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജി ने അമീർ ഖുസ്രോ को തോത്ത എ ഹിന്ദ് की ഉപാധി दी थी. അപ്പോൾ അമീർ ഖുസ്രോ തോത്ത എ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. തോത്തായെ ഹിന്ദിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പാരറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് അമീർ ഖുസ്രോവിന് തോത്തായെ ഹിന്ദ് എന്നുള്ള ഒരു ഉപാധി, ആ ഒരു പദവി, ആ ഒരു പേര് നൽകിയിട്ടുള്ളത്. ഉൻകി രചനാവുമേ ഏ പ്രസിദ്ധ ഹെ. അമീർ ഖുസ്രോവിൻ്റെ രചനകൾ നമ്മൾ പറഞ്ഞു നുഹ്സിഫർ ഉണ്ട്, പിന്നെയും കുറേ രചനകളുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട രചനകൾ ഇതൊക്കെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള രചനകളെന്ന് നോക്കാം. ഖാലിക് ബാരി, ഖുസ്രോ की പഹേലിയാം, മുക്കരിയാം, ദോ സഖുനെ, ഗസൽ, കിസ്സ ചാഹ് ദർവേഷ്. ഇത്രയാണ് എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ. ഖാലിക് ബാരി, ഖുസ്രോ की പഹേലിയാം, മുഖരിയാം, ദോ സഖുനെ, ഗസൽ, കിസ്സ ചാഹ് ദർവേഷ്. इन्होंने कई शेर लिखे जिनकी संख्या लाखों बताई जाती है. ഖുസ്രോ की കൃതി ഖാലിക് ബാരി एक शब्दकोश है. അദ്ദേഹം ഒരുപാട് ഷെയർ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഷെയർ എന്ന് പറയുന്നത് കപ്ലറ്റ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈരടികൾ, 2 വരികളുള്ള രചനകളാണ് ഷെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഷെയർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഷെയറിൻ്റെ ആ ഒരു എണ്ണം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ രചനയാണ് ഖാലിക് ബാരി എന്ന് പറയുന്നത്. അതൊരു ഡിക്ഷണറിയാണ്, ശബ്ദകോശാണ്. തുർക്കി, അറബി, ഫാർസി, ഹിന്ദി ഭാഷാओं का പര്യായവാചി ശബ്ദകോശ്. ആ ഡിക്ഷണറിയായ ഖാലിക് ബാരിയിലുള്ളത് തുർക്കി, അറബി, ഫാർസി, ഹിന്ദി ഭാഷകളിലൊക്കെയുള്ള വേർഡ്സും അതിൻ്റെ മീനിങ്ങുമാണ്. ഖുസ്രോ एक संगीतज्ञ भी थे. उन्होंने ही सितार और तबला का आविष्कार किया था.
ഖുസ്രോ നല്ലൊരു മ്യൂസിഷ്യൻ കൂടിയായിരുന്നു, സംഗീതജ്ഞനും ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് സിത്താർ, തബല എന്നൊക്കെ ഉള്ള ആ ഒരു ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഖുസ്രോ ने आवाज़ ए गुसरवी नामक ग्रंथ की रचना की तथा अनेक नवीन रागों का आविष्कार किया. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു എടുത്തു പറയേണ്ട രചനയാണ് ആവാസ് എ ഗുസ്രവി. ഈ പുസ്തകം അദ്ദേഹം രചിച്ചു. കൂടാതെ എന്ത് ചെയ്തു, ഒരുപാട് പുതിയ രാഗങ്ങൾ ഉണ്ടാക്കി കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അമീർ ഖുസ്രോയെക്കുറിച്ച് വിദ്വാൻമാർ എന്തൊക്കെ അവരുടെ അഭിപ്രായം അത് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യത്തത് രാമചന്ദ്ര ശുക്ലിൻ്റെതാണ്. കബീർ की अपेक्षा खुसरो का ध्यान बोलचाल की भाषा की ओर अधिक रहा है. खुसरो का लक्ष्य जनता का मनोरंजन था पर कबीर धर्मोपदेशक थे. അപ്പോൾ കബീറിനെയും ഖുസ്രോവിനെയും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് രാമചന്ദ്ര ശുക്ല പറയുകയാണ്, കബീറിനെ അപേക്ഷിച്ച് ഖുസ്രോവിൻ്റെ ശ്രദ്ധ മുഴുവൻ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബോൽച്ചാലിൻ്റെ ഭാഷയുണ്ടല്ലോ അതിലായിരുന്നു എന്ന് പറയുന്നത്. ഖുസ്രോവിൻ്റെ ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് തന്നെ എന്താ, സാധാരണക്കാരായ ആൾക്കാരെ അല്ലെ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക, മനോരഞ്ജനം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ കബീർ എന്താ, സമാജ സുധാരകമായിരുന്നു, ധർമ്മോപദേശകമായിരുന്നു. കബീർ സോഷ്യൽ റിഫോമറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഖുസ്രോ സാധാരണ ആൾക്കാരുടെ ഭാഷയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അദ്ദേഹം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് രാമചന്ദ്ര ശുക്ല പറയുന്നത്. ഇനി ഡോക്ടർ രാംകുമാർ വർമ്മ എന്താണ് പറയുന്നത് നോക്കാം. उसमें न तो हृदय की परिस्थितियों का चित्रण है और न कोई संदेश ही. यह केवल मनोरंजन की सामग्री है. जीवन की गंभीरता से ऊब कर कोई भी व्यक्ति उससे विनोद पा सकता है. पहेलियाँ, मुकरियों और शकुनों के द्वारा उन्होंने कौतूहल और विनोद की सृष्टि की है. ഡോക്ടർ രാംകുമാർ വർമ്മ ഖുസ്രോയെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ രചനകളിലൊന്നും ഒരു തരത്തിലുള്ളൊരു സന്ദേശവും ഒരു മെസ്സേജും കൊടുക്കുന്നില്ല. അതിൻ്റെ ഉദ്ദേശം തന്നെ, ഖുസ്രോ രചനകൾ നടത്തുന്ന ഉദ്ദേശം തന്നെ എന്താ, ലക്ഷ്യം തന്നെ എന്താ, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, മനോരഞ്ജനം ചെയ്യാമെന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് കബീറിനെ പോലെയോ മറ്റുള്ളവരെ പോലെയോ സോഷ്യൽ റിഫോംസായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ നമുക്ക് ഒരു തരത്തിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്, വിനോദം കിട്ടുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ്സും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കാരണം മടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അമീർ ഖുസ്രോൻ്റെ രചനകളിലൂടെ നല്ലൊരു ആനന്ദവും ഹാപ്പിനെസ്സും ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പഹേലിയ, മുക്കരിയോ, സക്കുനോ മുതലായ രചനകളൊക്കെ ആൾക്കാരിൽ കൂടുതൽ ക്യൂരിയോസിറ്റിയും സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അമീർ ഖുസ്രോനെ കുറിച്ച് നോക്കിയത്. അദ്ദേഹത്തിൻ്റെ ഗുരു, അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആകും.